തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ദിനമാണിന്ന്. വേണാട്ട് രാജാക്കന്മാരുടെ കാലം മുതൽ ആരാധിച്ചു വരുന്ന കുലദേവതയാണ് മഹാവിഷ്ണു. പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിച്ച ശ്രീ മാർത്താണ്ഡവർമ്മ തന്റെ പള്ളിവാൾ നടക്കുവെച്ച് പത്മനാഭന്റെ ദാസനായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്രയിൽ ഇന്നും രാജകൊട്ടാരത്തിലെ പ്രതിനിധി പള്ളിവാളേന്തി ഒപ്പമുണ്ടാകും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പട്ടണം. ഇവിടെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃപ്രയാർ, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ എന്നിവ രാമായണവുമായി ബന്ധപ്പെട്ട നാലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഭരതസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ക്ഷേത്രഗോപുരം കടക്കുമ്പോൾ ഇരുഭിത്തികളിലുമായി ആകർഷകമായ 2 ശില്പങ്ങൾ കാണാം. ഒന്ന് ശ്രീരാമ പട്ടാഭിഷേകം, 2 നന്ദിഗ്രാമം, ചെമ്പുമേഞ്ഞ ശിവേലിപുര, ബലിക്കൽപുര, കൂത്തമ്പലം എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും ഇവിടെ കാണാം. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എങ്കിലും കിഴക്കു പടിഞ്ഞാറായി 2 ഗോപുരവാതിലുകളുണ്ട്. 40 ദിവസത്തോളം കൂത്തു നടത്തിയിരുന്ന കൂത്തമ്പലമാണ് ഇവിടത്തേത്. കുട്ടഞ്ചേരി, ഇരവിച്ചാക്യാർ അടക്കമുള്ള പ്രമുഖന്മാർ ഇവിടെ കൂത്തു നടത്തിയിരുന്നു. വിദേശികൾ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ വന്ന് ഈ കൂത്തമ്പലത്തിൻ്റെ അതിൻ്റെ ടെക്നോളജിയും സ്ട്രക്ചറും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് ഇവിടുന്ന് പോകാറുണ്ട്. ആ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് വേണ്ടി ഇതുപോലെയുള്ള കൂത്തമ്പലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിട്ട് ഈ നമ്മുടെ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്നത്. കൂത്തമ്പലത്തിൽ കൂത്ത് ആട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രധാന ഉത്സവ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ കൂത്ത്, അതുപോലെ തന്നെ പാടവം പോലെയുള്ള എല്ലാ ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. 10 ഏക്കർ വിസ്തൃതിയുണ്ട് ക്ഷേത്രഭൂമിക്ക്. ഇവിടെ അതിവിശാലമായൊരു ക്ഷേത്രക്കുളം കാണാം. യാഗശാലയായിരുന്ന സ്ഥലത്ത് സ്വയം ആവിർഭവിച്ചതാണ് ഇവിടുത്തെ കുളം എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് ഇതിൽ നിന്നാണ്. പണ്ട് കുലീപനി മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വാസമാണ് ഈ കുളത്തിന് കുലീപനി തീർത്ഥം എന്ന പേര് കിട്ടാൻ കാരണം. ഈ കുളത്തിലെ മത്സ്യങ്ങളെല്ലാം ഓരോ ദേവന്മാരാണ് എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മീനൂട്ടൽ ചടങ്ങ് നടത്തുന്നത്. 2 നിലകളുള്ള വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അതിൽ രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതന്റെ ശിലാവിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. വലത് കൈകളിൽ ഒന്നിൽ വില്ലും മറ്റൊന്നിൽ അഭയമുദ്രയും, ഇടത് കൈകളിൽ യഥാക്രമം ശംഖും ചക്രം എന്നിവയും കഴുത്തിൽ താമരമാലയും അണിഞ്ഞ വിഗ്രഹമാണ് ഭരതന്റേത്. കുലീപനി യാഗശേഷം യജ്ഞാദേവ പ്രതിഷ്ഠയോടുകൂടിയ അമ്പലം ഇവിടെ ഉണ്ടായി എന്നും പിന്നീട് ശൈവ വൈഷ്ണവ തർക്കങ്ങളെ തുടർന്ന് ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നും ഇക്കാലത്ത് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് 4 വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അതിൽ ഭരതന്റേത് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. തൃപ്രയാർ ആറാട്ടിന് ഇവിടത്തെ പൂജ നേരത്തെ അവസാനിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ശൈവ വൈഷ്ണവ ചര്യകൾ കൂടിക്കലർന്നു കിടക്കുന്നത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടത്തെ പൂജകൾ വിഷ്ണു സങ്കല്പത്തിലാണെങ്കിലും ക്ഷേത്ര പ്രദക്ഷിണം ശിവക്ഷേത്രങ്ങളുടെ പോലെ അപൂർണമാണ്. നളചരിതത്തിന്റെ കർത്താവായ ഉണ്ണായി വാര്യർ ക്ഷേത്രത്തിനടുത്തുള്ള അകത്തൂട്ട് തെക്കേ വാര്യത്തിലെ അംഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. പ്രതിഷ്ഠകളില്ലെങ്കിലും ഹനുമാൻ, ദുർഗ, ഭദ്രകാളി എന്നിവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഉത്സവകാലത്ത് ദേവിമാർക്ക് നിവേദ്യം നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു. തിടപ്പള്ളിയിൽ ഹനുമാന് അവിലും പൂവൻപഴവും നേദിക്കുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തിൽ ക്ഷേത്രം അഗ്നിക്കിരയായെന്നും ശ്രീകോവിലിനോ വിഗ്രഹത്തിനോ കേടുപാടുകൾ ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നു. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നപ്പോൾ വിഗ്രഹത്തിൽ ഒരു ദിവ്യജ്യോതി തെളിഞ്ഞതും അത് മാണിക്യത്തിന്റെ കാന്തിയാണോ എന്ന് പരീക്ഷിച്ചറിയാൻ
മാണിക്യക്കല്ല് വിഗ്രഹത്തോട് ചേർത്ത് വച്ച് പരിശോധിച്ചു നോക്കിയെന്നുമുള്ള കഥകൾ നിലവിലുണ്ട്. കായംകുളം രാജാവിൽ നിന്ന് വാങ്ങിയ മാണിക്യം വിഗ്രഹത്തോട് ചേർത്ത് വച്ചപ്പോൾ അത് ലയിച്ച് വിഗ്രഹത്തോട് കൂടിച്ചേർന്നതുകൊണ്ടാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. പ്രധാന വഴിപാട് താമരമാലയാണ്. അത് കാര്യസാധ്യത്തിനുള്ളതാണ്. അതുപോലെ മഴ പെയ്യാതിരിക്കാനും അതിന് വിപരീതമായി മഴ പെയ്യാനും വേണ്ടിയിട്ടും വഴിപാടായിട്ട് ചെയ്യുന്നതാണ് താമരമാല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. അത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരവും അതുപോലെ തന്നെ അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതുപോലെ അവിൽ ഉള്ള നിവേദ്യങ്ങളുണ്ട്, മറ്റ് പായസം, കൂട്ടുപായസം, മറ്റു പായസങ്ങളൊക്കെ. അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഈ ക്ഷേത്രം ഈ നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. വില്ലുമംഗലത്ത് സ്വാമിയാർ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വന്നിരുന്നു. അപ്പോൾ വിവിധ ക്ഷേത്രങ്ങളുടെ ശക്തി ആവാഹിച്ച ഒരു ശംഖ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ വച്ച് ശംഖ് താഴെ വീണുടഞ്ഞ് സകല ക്ഷേത്രത്തിലെയും ശക്തി ഇവിടത്തെ ശക്തിയോട് കൂടിച്ചേരുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഈ വിശ്വാസമാണ് ഇവിടത്തെ മൂർത്തിക്ക് സംഗമേശ്വരൻ എന്ന പേരുകൂടി നേടിക്കൊടുത്തത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ സംഗമേശ്വരൻ ശിവന്റെ നാമമാണെന്നും മൂർത്തിയുടെ ശൈവ ചൈതന്യമാണ് ഇതിന് പിന്നിലെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ചരിത്ര പഠനത്തിന് അനന്തസാധ്യതകൾ നൽകുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഒരു കാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് ജൈനമുനിയായ ബാഹുബലിയുടെ സഹോദരൻ ഭരതേശ്വരനായിരുന്നു എന്ന വിശ്വാസമുണ്ട്. AD 1194 കുലോത്തുംഗ ചോളന്റെ തഞ്ചാവൂർ ശിലാശാസനത്തിൽ ചേതികുല മാണിക്യപ്പെരുമ്പള്ളി എന്ന വിശേഷണം കാണുന്നതിനാൽ ഇവിടത്തെ മാണിക്യം എന്ന പ്രയോഗം ജൈന ആരാധനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രാചീന കാലത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രതിഷ്ഠ നഗ്നപ്രതിഷ്ഠയാണെന്ന വിശ്വാസവും ജൈന ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വൈവിധ്യപൂർണമായ ആരാധനാരീതികൾ സമർത്ഥമായി സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം. ഒന്നിടവിട്ട വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലും ചാലക്കുടിപ്പുഴയിലും മാറി മാറി നടക്കുന്ന ആറാട്ടുപോലും അത്തരത്തിലുള്ള കൂടിച്ചേരൽ കരാറിന്റെ ഭാഗമായി നിലവിൽ വന്ന ആചാരമായിരിക്കണം. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നതായി രേഖകളിൽ കാണാം. മേടത്തിലെ ഉത്രത്തിന് കൊടിയേറി 11 ദിവസം നീളുന്നതാണ് ഇവിടുത്തെ ആറാട്ടുത്സവം. അഷ്ടമിരോഹിണിയും തുലാത്തിലെ തൃപ്പുത്തരിയുമാണ് മറ്റാഘോഷങ്ങൾ. മേടമാസിലെ ഉത്രത്തിനാണ് ഇവിടെ കൊടിയേറ്റം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. തൃശ്ശൂർ 10 ദേശങ്ങൾ കൂടിയിട്ട് ഒരു ദിവസത്തെ പൂരമാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദേശം ഒന്നിച്ച് 10 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. അത് കൊടി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രോഗ്രാംസ് നടക്കുന്നതാണ്. ചരിത്രവും ഐതിഹ്യവും എന്തുതന്നെയായിരുന്നാലും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ കൂടൽമാണിക്യം ഇന്നും ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി പ്രൗഢിയോടെ നിലകൊള്ളുന്നു.